Contestant number 3, Abhay. 2011 ഒരു വലിയ മൂവ്മെന്റ് ഉണ്ടായി. ന്യൂ ജനറേഷൻ സിനിമകളുടെ കാലഘട്ടമായിരുന്നു. അതെ, അതിനിടയിൽ അങ്ങനെ ഒരാളുണ്ടായിരുന്നു, ഉണ്ണി മുകുന്ദൻ. കഴിഞ്ഞ കുറച്ച് വർഷമായി, ഏകദേശം 14 വർഷമായി അങ്ങനെ ഒരാൾ നമുക്കിടയിലുണ്ട്. അവനൊപ്പം വന്നവരും അവന്റെ കൂടെ വന്നവരും അവന് വില്ലനായി വന്നവരും മലയാള സിനിമയിൽ വലിയ സ്ഥാനം നേടിയെടുത്തപ്പോൾ ഉണ്ണി മാത്രം നിശ്ചലനായിരുന്നു. ടൊവിനോ ആണ് ഉദാഹരണം. സ്റ്റൈൽ എന്ന സിനിമയിൽ ടൊവിനോ ആയിരുന്നു ഉണ്ണിയുടെ വില്ലനായിട്ട് വന്നത്. പിന്നീട് മുൻനിര നായക സ്ഥാനത്തിലേക്ക് ടൊവിനോ വളരുകയും ചെയ്തു. പക്ഷേ ഉണ്ണിയുടെ അവസ്ഥ പരിതാപകരമായിരുന്നു. തുടക്കത്തിൽ ഒരു ബ്രേക്ക് ത്രൂ കിട്ടിയെങ്കിലും പിന്നീട് പരാജയ സിനിമകൾ ഒത്തിരിയായി. ഇടയ്ക്ക് ചില ചെറിയ വിജയങ്ങളുണ്ടാവും. അതിലവൻ സന്തോഷിച്ചു, ആരോടും പരിഭവവും പരാതിയും പറയാതെ പിടിച്ചു നിന്നു. 2022 ഇറങ്ങിയ മാളികപ്പുറമാണ് ഒരേ ഒരു മെഗാ ഹിറ്റ്. പിടിച്ചു നിൽക്കുന്ന കൂട്ടത്തിൽ മൾട്ടി സ്റ്റാർ ചിത്രങ്ങളിലെ സഹനടനായും ക്യാമിയോ റോളിലുമാണ് പ്രധാനമായി ഉണ്ടായിരുന്ന വിജയം. ഒരു ബിഗ് സ്റ്റാർ ആവാനുള്ള ക്വാളിറ്റി ഇല്ലെന്ന് ഒരു കൂട്ടം ആളുകൾ അടിയുറച്ച് വിശ്വസിച്ചു, അടിയുറച്ച് പറയുകയും ചെയ്തു. എന്നിരുന്നാലും അവൻ തളർന്നില്ല. അവന്റെ കഴിവിൽ അവന് വിശ്വാസം ഉണ്ടായിരുന്നു. ഒരു സമയത്ത് ഞാൻ ഇതിന്റെ മുകളിൽ ചാടി തീരുമാനമായാലോ എന്ന് വിചാരിച്ചിട്ടുണ്ട്. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരെ നിങ്ങൾ കടന്നു വരും. നിങ്ങൾ ജോലി ഒഴിവാക്കി കരിയറിന് വേണ്ടിയിട്ട് ഇവിടെ വന്ന് ഒന്നും ആയില്ല. അങ്ങനത്തെ സിറ്റുവേഷൻ. അതിനർത്ഥം നിങ്ങളുടെ ഹീറോ തോറ്റെന്നാണോ? തോറ്റുപോയി. ഇപ്പൊ നിങ്ങളുടെ ഹീറോ എന്ത് ചെയ്യുന്നു? Will he give? You are dealing with the wrong person. അതെ, വിമർശനങ്ങൾക്കൊടുവിൽ അവന്റെ തിരിച്ചുവരവിന് ഇൻഡസ്ട്രിയെ തന്നെ പിടിച്ചു കുലുക്കാനുള്ള കെൽപ്പുണ്ടായിരുന്നു. ദ അൺസ്റ്റോപ്പബിൾ, ദ അൺഎക്സ്പ്ലോർഡ് ആക്ടർ ടേൺ ടു ബി എ സൂപ്പർ സ്റ്റാർ ഉണ്ണി മുകുന്ദൻ. ഇതിനെല്ലാം വഴിയൊരുക്കിയത് 2024 മാർക്കോ എന്ന സിനിമ. നീണ്ട 14 കൊല്ലം കാത്തിരിക്കേണ്ടി വന്നവന് പ്രേക്ഷകർക്കിടയിലെ സൂപ്പർ സ്റ്റാർ ആവാൻ, ആക്ഷൻ സ്റ്റാർ ആവാൻ. തുടക്കം മുതലേ ഒരു ബെസ്റ്റ് ഫിസിക് ഉണ്ടായിട്ടും അവനെ കളിയാക്കിയിരുന്നവരെ കൊണ്ട് ഫാനാക്കി മാറ്റിയ മുതൽ നമ്മുടെ സ്വന്തം മസിലളിയൻ. മലയാളത്തിലെ മോസ്റ്റ് വയലന്റ് മൂവി എന്ന ടാഗ്ലൈനായിട്ട് ഇറങ്ങിയ സിനിമ ഇന്ത്യയിലെ തന്നെ മോസ്റ്റ് വയലന്റ് മൂവിയായി മാറി. അതിലെ നായകനായ ഉണ്ണി നമുക്ക് സമ്മാനിച്ചത് ഗൂസ് ബംസുകളുടെ മാലപ്പടക്കം തന്നെ. മറ്റു ഭാഷകളിൽ കണ്ട് കൊതിച്ചിരുന്ന ആക്ഷൻ മലയാളത്തിൽ ആരെങ്കിലും ഒന്ന് ചെയ്തു കാണാൻ വേണ്ടി നമ്മൾ കൊതിച്ചിരുന്ന ആക്ഷൻ, നമ്മൾ ആഗ്രഹിച്ചിരുന്ന ആ ഒരു ആക്ഷൻ ഹീറോ എന്ന റോൾ നമുക്ക് പ്രതീക്ഷിച്ചതിലും കൂടുതൽ തന്നത് അയാൾ തന്നെ. വന്നപ്പോ മുതലില്ല ചെന്നായികൾ എന്നെ കൂട്ടം കൂടി അടിക്കാൻ നോക്കുക. ഇനി ഇവിടെ ഞാൻ മതി. സ്വർണത്തിന്റെ പെട്ടി നമ്മൾ ചില്ലറക്കാശിലാൻ വച്ചേക്കായിരുന്നു. ഉണ്ണിയുടെ കരിയർ ഗ്രാഫ് അത്ര സുഖകരമായിരുന്നില്ല. തുടക്കം നല്ലതായിരുന്നെങ്കിലും പിന്നീട് കാലിടറി. പക്ഷേ അയാൾ കരിയർ ഗ്രാഫ് ഒന്നും നോക്കിയില്ല, മാക്സിമം പിടിച്ചു നിന്നു. പിന്നീട് അയാൾക്കൊരു ബ്രേക്ക് ത്രൂ കിട്ടി, വിക്രമാദിത്യ, ദുൽഖറിൻ്റെ കൂടെ. പക്ഷെ അതിനുശേഷം വീണ്ടും താഴേക്ക്. വൻ ഹൈപ്പിൽ വന്ന സാമ്രാജ്യം പോലുള്ള സിനിമകൾ പോലും വൻ പരാജയമായിരുന്നു. പരാജയം മാത്രമല്ല, അയാൾക്ക് ഒരുപാട് ട്രോൾസും ഏറ്റുവാങ്ങിക്കൊടുത്തു. ഫിറ്റ്നസ് ഇല്ലാത്ത ഉണ്ണി ചെയ്തു കൂട്ടിയതെല്ലാം ബോംബ് സിനിമകളായിരുന്നു. എന്തൊക്കെയോ ചെയ്തു കൂട്ടി. പിന്നീട് ഒരു തിരിച്ചുവരവ് നടത്തിയത് മാളികപ്പുറത്തിലൂടെയാണ്. അതൊരു സോളോ ഹിറ്റ് അടിച്ചു. ഫാമിലി ഓഡിയൻസിൽ പടം കയറി കൊളുത്തി. പക്ഷേ ഹേറ്റേഴ്സിന് ഒരു കുറവുണ്ടായിരുന്നില്ല, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ. പലരും ആ സിനിമയെ ഭക്തിപ്പടം എന്ന് പറഞ്ഞ് കളിയാക്കി. ബട്ട് സ്റ്റിൽ അറിയാത്തവർക്കായി ഞാനത് പറഞ്ഞു തരികയാണ്, അതൊരു ഫാമിലി ഓറിയന്റഡ് മൂവിയായിരുന്നു. ഒരു പക്ക ഫാമിലി ഓറിയന്റഡ് മൂവി. നല്ല സിനിമകൾ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ട് സ്വന്തമായിട്ടൊരു പ്രൊഡക്ഷൻ ഹൗസ് തുടങ്ങി. പ്രൊഡക്ഷൻ്റെ ക്വാളിറ്റി കുറയാതിരിക്കാൻ വേണ്ടി നല്ല നല്ല സിനിമകൾ അതിൻ്റെ കീഴിൽ ചെയ്തുകൊണ്ടുവന്നു. പക്ഷേ അതൊന്നും വേണ്ടത്ര രീതിയിൽ ക്ലിക്കായില്ല. ഇതിനിടയ്ക്ക് തമിഴിൽ ഗരുഡൻ എന്നുള്ള മൂവി ചെയ്തു. അതിലെ ആൻറ്റി ഹീറോ ക്യാരക്ടർ വളരെ നല്ലതായിരുന്നു. വ്യത്യസ്തമായ ഒന്നും ചെയ്യാൻ
ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്ന ആക്ഷനിൽ നിന്ന് വിട്ടു നിൽക്കുകയും ചെയ്തു. നീണ്ട 6 വർഷത്തെ ഗ്യാപ്പിന് ശേഷം മാർക്കോ എന്ന സിനിമയിലൂടെ അയാൾ തൻ്റെ ആക്ഷൻ സീരീസിലേക്ക് വീണ്ടും തിരിച്ചു വന്നു. കൂടാതെ ഡയറക്ഷനും ഒന്ന് പയറ്റി നോക്കി. 2 പാട്ട് സീക്വൻസ് പുള്ളി തന്നെയാണ് ഡയറക്റ്റ് ചെയ്തത്. അതും മികച്ചതായിരുന്നു. പക്ഷെ അയാൾ ചെയ്തിരുന്ന ഫീൽ ഗുഡ് മൂവീസ് ഒന്നും എനിക്ക് മോശമായി തോന്നിയിട്ടില്ല, ചില ബോംബ് പടങ്ങൾ ഒഴികെ. കഴിഞ്ഞ ചില വർഷങ്ങളായി അയാൾ ഉള്ളിൽ കരുതിയിരുന്ന റിഡംഷൻ മൊത്തം മാർക്കോ എന്ന കഥാപാത്രത്തിലൂടെ അയാൾ തീർത്തു. അയാൾ ആ ഏരിയ അങ്ങ് തൂക്കി. ആൻഡ് ഹീ ഫിക്സ് എ ബെഞ്ച് മാർക്ക് ഫോർ ദ ഹോൾ ഇൻഡസ്ട്രി, ദ ഹോൾ ഇന്ത്യൻ മൂവി ഇൻഡസ്ട്രി. ആൻഡ് മാർക്കോ ഡിഫൈൻസ് വാട്ട്സ് ആൻ ആക്ഷൻ മൂവി. പല പരാജയ സിനിമകൾക്ക് ശേഷവും ഉള്ളുപൊള്ളയായ നമ്മളിൽ ഒരാളായ പച്ചയായ ഒരു മനുഷ്യനെ നമ്മൾ പല മാധ്യമങ്ങളിലൂടെയും കണ്ടു. ഓപ്പൺ സ്പേസിൽ തല്ലുപിടിക്കുന്നതും വഴക്കുണ്ടാക്കുന്നതും കരയുന്നതും എല്ലാം ഉള്ള ഒരു സാധാ പച്ചയായ മനുഷ്യൻ, നമ്മളിൽ ഒരാൾ തന്നെ. ഒരാളെ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല, ഒരാളെ എല്ലാവർക്കും വെറുക്കാനും പറ്റില്ല. അപ്പൊ ഇത് രണ്ടും എന്റെ കൺട്രോളല്ല, അവരുടെ ചോയ്സ് ആണ്. ഇതൊക്കെ ഓക്കെ, നമുക്ക് അങ്ങനെ ഫേവറേറ്റ് ടീംസ് ഒക്കെ ഉണ്ടാവില്ലേ, ഇഷ്ടപ്പെടാത്ത ടീം, ഞാൻ എന്നെ അങ്ങനെയാണ് കാണുന്നത്. ഓക്കെ, കുറച്ച് പേർക്ക് ഈ ടീമിന് ഇഷ്ടമല്ല, സോറി. ഇത്രയും ഹെയ്റ്റ് ക്യാമ്പയിൻ നേരിട്ട ഒരാൾ ഈ അടുത്ത കാലത്തൊന്നും ഉണ്ടായിരുന്നില്ല. അൾട്ടിമേറ്റ്ലി പൃഥ്വിരാജിനാണ് അത്രയും ഹെയ്റ്റ് ക്യാമ്പയിൻ വന്നിരുന്നത്. എന്നിരുന്നാലും പൃഥ്വിരാജിനൊരു ഫാൻ ബേസ് ഉണ്ടായിരുന്നു, അയാൾക്ക് സപ്പോർട്ട് ചെയ്യാൻ ഒരു ഫാമിലി ബാക്കപ്പ് ഉണ്ടായിരുന്നു, അയാളൊരു നെപ്പോ കിഡായിരുന്നു. എന്നാൽ ഉണ്ണി വന്നത് ഒറ്റയ്ക്കാണ്, ഒറ്റയ്ക്ക് പൊരുതി, ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നു. ഉണ്ണി ആഗ്രഹിച്ച വിജയം, ഉണ്ണി അർഹിച്ച വിജയം, അതാണ് മാർക്കോ നൽകിയത്. ഒരിക്കലും അയാൾ ആത്മഹത്യയിൽ നിന്ന് വരെ കടന്നു വന്നാണ്. അതെ, ആ വിജയം ആ മനുഷ്യനെ അർഹിക്കുന്നു. 20 കൊല്ലത്തിനിപ്പുറം അയാൾക്ക് കിട്ടേണ്ട കയ്യടി ഇന്ന് കിട്ടുന്നു. അതെ, നീണ്ട 20 വർഷങ്ങൾക്ക് ശേഷമാണ് അയാൾക്കത് കിട്ടുന്നത്. ഇത് ഉണ്ണി മുകുന്ദൻ്റെ വിജയം, ഉണ്ണി കാത്തിരുന്ന വിജയം. ഇതൊരു തുടക്കം മാത്രമാണ്. ഹേ ഡയറക്ടേഴ്സ്, പ്ലീസ് നോട്ട്, ദ ആക്ഷൻ സ്റ്റാർ ഈസ് ലോഞ്ച്ഡ്. കൂടാതെ ഇനി ഇന്ത്യൻ മൂവീസിൽ മാർക്കോ എന്ന ബെഞ്ച് മാർക്ക് വെച്ചിട്ടായിരിക്കും കമ്പാരിസൺ, എസ്പെഷ്യലി ഇൻ ആക്ഷൻ ആൻഡ് ഡയറക്ഷൻ. മലയാള സിനിമയുടെ, സൗത്ത് ഇന്ത്യൻ സിനിമയുടെ, ഇന്ത്യൻ സിനിമയുടെ സ്വത്തായി ഉണ്ണിക്ക് മാറാൻ സാധിക്കട്ടെ. മോർ ഓവർ, ദിസ് എ ട്രിബ്യൂട്ട് ടു അവർ സ്റ്റൈലിഷ് ആക്ഷൻ റൊമാൻറ്റിക് ഫാമിലി സ്റ്റാർ ഉണ്ണി മുകുന്ദൻ. ഇതൊരു ഈ മസിൽ മാത്രമല്ല, ഇതൊരു ചെറിയ ചെറിയ ഉണ്ണി എന്ന് പറയുന്നത് ശരിയാണ്. നിങ്ങൾ ഈ ബോക്സിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾ വിസിലടിക്കുമ്പോൾ എനിക്കുണ്ടാവുന്ന ഒരു കിക്കുണ്ട്. എനിക്ക് 17 വയസ്സായിരുന്നു, ടുഡേ 37. എനിക്ക് 20 വർഷം ഈ ഇൻഡസ്ട്രിയിൽ എന്നെ സംബന്ധിച്ച് അങ്ങനെ വലിയ പ്ലാനിങ്ങോ അല്ലെങ്കിൽ ഒരു അറ്റാക്ക് എൻ്റെ മുന്നിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യണമെന്ന് സത്യത്തിൽ എനിക്കറിയില്ല. നമ്മൾ പൊട്ടിത്തെറിക്കും, നമ്മൾ കരയും, നിങ്ങളൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ബിഹേവ് ചെയ്യുന്ന ഒരാളാണ്.